is preparing somebody here to go and preach the gospel in Pakistan. That nation shall be born again, shall become born again by the Spirit of God. This mountain shall be removed, says the Lord. This mountain shall be removed. Prepare the way for the Lord. തിരിഞ്ഞു വരുക കർത്താവിലേക്ക്. Make straight in the desert a highway for our God. നിന്റെ മരുഭൂമികളെ മുഴുവൻ വിശാല സ്ഥലമാക്കി സ്വർഗം മാറ്റട്ടെ. Every mountain shall be made low. എല്ലാ മലകളും മാറട്ടെ. Every valley shall come up. എല്ലാ താഴ്വരകളും നികന്നു വരട്ടെ. The crooked shall be made straight. For one reason. ഒറ്റ കാരണം കൊണ്ട്. The glory of the Lord shall be revealed. ദൈവത്തിന്റെ മഹത്വം. ദൈവത്തിന്റെ മഹത്വം. All India shall see the glory of the Lord. ദൈവത്തിന്റെ മഹത്വം ഇന്ന് പകൽ നീ കാണാൻ പോകുകയാണ്. All Pakistan, all China shall see the glory of the Lord. എല്ലാ രാജ്യങ്ങളും ആ മഹത്വം കാണും. All flesh shall see it together. എല്ലാ ജനവും അത് കാണാൻ പോകുകയാണ്. Because the mouth of the Lord has spoken it. കാരണം ദൈവത്തിന്റെ പർവ്വതം പുകയുന്നു. Shout a mighty amen from earth to heaven. ദൈവത്തിന്റെ ആലോചനയ്ക്ക് ഉറക്കെ ഒരു ഹല്ലേലൂയ, ഉറക്കെ ഒരു ആമേൻ. Hallelujah. You may be seated. ദയവായി ഇരുന്നാട്ട്. Let me add one or two things. I would like to add one or two things. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ നിങ്ങളെ ഓർപ്പിക്കട്ടെ. When you come out of that river of fire, നിങ്ങൾ ആത്മാവിന്റെ നദിയിൽ മുങ്ങി പൊങ്ങി പുറത്തു വരുമ്പോൾ you are soaked. നിങ്ങൾ അതിന്റെ ഉള്ളിൽ നിമജ്ജനം ചെയ്യപ്പെടുകയാണ്. God's nature is fire. ദൈവത്തിന്റെ സ്വഭാവം തന്നെ അഗ്നിയുടേതാണ്. Now you have been filled with that fire. ആ സ്വഭാവത്താൽ നിങ്ങൾ മുഴുവനായി മുഴുകപ്പെടുകയാണ്. Your skin color doesn't matter. നിങ്ങളുടെ മുൻപുള്ള അവസ്ഥകൾ ഒരു വിഷയമല്ല. You now have a new color. ഇപ്പോൾ ഒരു പുതിയ നിറം തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. You are a flame of fire. ഇപ്പോൾ നിങ്ങളുടെ നിറം ഏതാണെന്നറിയാമോ? ആളിപ്പടരുന്ന തീയുടെ നിറമാണ് സ്വർഗം നിനക്ക് തന്നിരിക്കുന്നത്. Everybody will recognize you as an anointed of the Lord. ദൈവത്തിന്റെ അഭിഷേകം നിറയപ്പെട്ടവനെ പോലെ അഭിഷേകത്താൽ നിറയപ്പെട്ട ഒരു അഭിഷിക്തനായി നീ മാറ്റപ്പെടുകയാണ്. I am hot. I am hot. ഞാൻ ചൂട് പിടിച്ചവനാണ്. എന്നിൽ തീയുണ്ടെന്ന് എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട്? Hallelujah. Hallelujah. You are hot. Amen. Amen. I heard somebody say, when I pray for the sick, I lay my right hand on the sick, because that is the hand Jesus has anointed. നിങ്ങൾ ആരുടെയെങ്കിലും രോഗികളുടെ മേൽ കരം വെക്കുമ്പോൾ ഇനിയും പഴയ കൈയല്ല വെക്കാൻ പോകുന്നത്, യേശുവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞ കരമാണ് വെക്കാൻ പോകുന്നത്. That is nonsense.
I say that if that man said he lays his right hand on the sick to be healed because the right hand Jesus has anointed, I say this is nonsense. ഞാൻ പറഞ്ഞത് ഒരു മനുഷ്യൻ ഒരാളുടെ തലയിൽ വലങ്കരം വെച്ച് ആ വലങ്കരം യേശുവിന്റെ കരമാണെന്ന് പറയുന്നത് അബദ്ധമാണ്. Do you really think when Jesus calls you to enter the river of fire that he will only dip one toe, one foot, or one hand into the fire? No. യേശു കർത്താവ് നിന്നെ ആത്മനദിയിൽ മുക്കി പൊക്കുന്ന സമയത്ത് നിന്റെ ഒരു കാല് മാത്രമേ മുങ്ങത്തുള്ളൂ, ഇടത്ത് കൈ മാത്രമേ മുങ്ങത്തുള്ളൂ, വലത് കൈ മാത്രമേ മുങ്ങത്തുള്ളൂ? No. അല്ല അല്ല. Don't believe such nonsense. അത്തരത്തിലുള്ള അബദ്ധങ്ങൾ നിങ്ങൾ കരുതരുത്, ചിന്തിക്കരുത്. Your entire personality gets a thorough soaking. നിങ്ങളുടെ ആളത്വത്തിന്റെ, നിങ്ങളുടെ ദേഹം, ദേഹി, ആത്മാവിന്റെ സമസ്ത തലങ്ങളും ആത്മനദിക്കകത്ത് നിന്ന് നിറഞ്ഞു കവിയുകയാണ്. In the New Testament, it was so thorough that even Peter's shadow healed the sick. പത്രോസ് കൈവച്ചില്ല. പത്രോസ് നടന്നു പോയപ്പോൾ അവന്റെ നിഴൽ തട്ടിയവർ സൗഖ്യം പ്രാപിച്ചെങ്കിൽ അതേ അഭിഷേകം. Amen. 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 Hallelujah. Hallelujah. Blessed be the name of Jesus. യേശുവിന്റെ നാമത്തിന് മഹത്വം. Blessed be the name of Jesus. യേശുവിന്റെ നാമത്തിന് മഹത്വം. I call Pentecost the incarnation of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ നിറയപ്പെടുന്ന ഒന്നാണ് പെന്തിക്കോസ്. Not like Jesus born in a manger. Oh no. You know the incarnation? I cannot get it because of the sound problem. Okay. I call Pentecost the incarnation, the coming into flesh of the Holy Spirit. പരിശുദ്ധാത്മാവ് ഒരുവന്റെ ഉള്ളിൽ ജഡരൂപത്തിൽ രൂപമെടുക്കുന്നതാണ്, ജഡധാരണമെടുക്കുന്നതാണ്. പരിശുദ്ധാത്മാവിന്റെ ജഡധാരണമാണ് പെന്തിക്കോസ്. Not like Jesus became incarnate when he was born in a stable in Bethlehem. No, 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 no. യേശു കർത്താവ് ജഡം ധരിച്ച് ഈ ഭൂമിയിൽ ജനിച്ചതുപോലെയല്ല. When the Holy Spirit fell, പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വീഴുമ്പോൾ, on the upper room, yes, he clothed himself in the flesh of the 120. പരിശുദ്ധാത്മാവ് മാളിക മുറിയിൽ ഇറങ്ങി വന്നപ്പോൾ യേശു ഒരു വസ്ത്രമെന്നതുപോലെ, പരിശുദ്ധാത്മാവ് ഒരു വസ്ത്രമെന്നതുപോലെ തന്റെ ശിഷ്യന്മാരെ ഉടുപ്പിക്കുകയായിരുന്നു. Their bodies became his temples. ആ സാധാരണ മനുഷ്യർ അവന്റെ ആലയമായി മാറി. The Holy Spirit does not work outside. He always works through you, through me, through people. That's why you shall be filled. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് നിനക്ക് പുറത്തല്ല, സഭയ്ക്ക് പുറത്തല്ല. ആത്മാവിനാൽ നിറഞ്ഞ വ്യക്തി ആരോ അവന്റെ ഉള്ളിലൂടെയാണ് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് നീ നിറയപ്പെടേണ്ടത്. You can never go to any place in the world where the Holy Spirit is not. When you arrive, He arrives. ദൈവത്തിന്റെ പൈതലേ, നീ ആത്മനദിയിൽ നിന്ന് എഴുന്നേറ്റ് വന്നവനാണെങ്കിൽ നീ ഏത് രാജ്യത്തിയല്ലുമോ ഏത് സ്ഥലത്തിയല്ലുമോ പരിശുദ്ധാത്മാവും അവിടെ എത്തിയിരിക്കും, പരിശുദ്ധാത്മാവും അവിടെ ഉണ്ടായിരിക്കും. And Jesus arrives. യേശു അവിടെ എത്തും. He said, I will never leave you nor forsake you. Where you go, He arrives. Say amen. ഞാൻ ചെല്ലുന്നിടത്തെല്ലാം എന്റെ കർത്താവും അഭിഷേകത്താൽ നിറഞ്ഞ് എന്നോട് കൂടെയുണ്ട്. ഉറപ്പുള്ളവർ ഒരു ആമേൻ ഉറക്കെ പറഞ്ഞാട്ട്. Hallelujah.
ഹല്ലേലൂയ. One or two more things. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ. And then Peter Vandenberg will come. പീറ്റർ അതിനുശേഷമായി സംസാരിക്കുന്നതാണ്. Oh. Hallelujah. I want you to know one thing. നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാന വസ്തുതയുണ്ട്. Many people teach today അനേക ആളുകളും ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് that you need a new anointing. നിങ്ങൾക്കൊരു പുതിയ അഭിഷേകം വേണമെന്ന്. You need a new